മക്കാബയരുടെ രണ്ടാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ബർക്കമോർ. അക്കാലത്ത് അന്ത്യോക്കോസ് രണ്ടാമതും ഈജിപ്തിൽ പോയി. 40 ദിവസത്തോളം നഗരത്തിലെല്ലായിടത്തും സ്വർണവസ്ത്രങ്ങളണിഞ്ഞ അശ്വരൂഢന്മാർ ഊരിയ വാളും കുന്തവുമായി അന്തരീക്ഷത്തിലൂടെ എന്നവണ്ണം പറക്കുന്നതുപോലെ നഗരവാസികൾ കണ്ടു. കുതിരപ്പടയാളി വ്യൂഹം നിരക്കുന്നതും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത്, പരിചകൾ ചുഴറ്റി കുന്തങ്ങൾ കൂട്ടിയൊരുമുന്നതും പന്തങ്ങൾ എറിയുന്നതും സ്വർണ്ണക്കുടുക്കുകളും പലതരം കവചങ്ങൾ മിന്നിത്തിളങ്ങുന്നതും അവർ കണ്ടു. ഈ ദർശനം നന്മയ്ക്കായി ഭവിക്കണമേ എന്നവർ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ത്യോക്കോസ് മരിച്ചുപോയി എന്ന് ഒരു കിംവദന്തി പരന്നു. അപ്പോൾ യാസോൻ പെട്ടെന്ന് 1000-ഓളം ആളുകളുമായി നഗരത്തിനെതിരെ അണിനിരന്ന് അതിനെ ഞെരുക്കി ശക്തി പ്രകടിപ്പിച്ചു. ജനത്തിൽ ഭൂരിഭാഗവും ഓടി കോട്ടയിൽ കടന്നു. നഗരം നാശത്തിന്റെ വക്കിലെത്തി. മെനലാവോസ് ഓടി ദുർഗഗൃഹത്തിൽ കടന്നു. യാസോൻ സ്വന്തം നഗരക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. ആ ദുഷ്ടന് അവന്റെ ആഹ്ലാദം സങ്കടത്തിന് ഇടവരുത്തുന്നതാണെന്നും യുദ്ധം മൂലമുള്ള വിലാപമുണ്ടാകുമെന്നും അവന്റെ ജനത്തിലും ചാർച്ചക്കാരിലും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊല ശുഭമല്ല എന്നും അവൻ മനസ്സിലാക്കിയില്ല. ഇത്രയെല്ലാം ചെയ്തിട്ടും അധികാരം നിലനിർത്തുവാൻ അവന് സാധ്യമായില്ല. ഞങ്ങളുടെ നാഥനായ കർത്താവേ, നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളോട് കരുണ ചെയ്യണമേ. ആമേൻ.